27 നക്ഷത്രങ്ങളുടെയും ദിവസഫലമാണ്. എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായി അശ്വതി നക്ഷത്രമാണ്. വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. തൊഴിൽ അഭിവൃദ്ധിയും നേട്ടങ്ങളും ഉണ്ടാകും. യാത്രയിൽ നിന്നും നേട്ടം ഉണ്ടാകും. ധനപ്രാപ്തിയും വന്നുചേരും. അടുത്തത് ഭരണി നക്ഷത്രമാണ്. ജീവിത പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നും ധനസഹായം ലഭിക്കും. ധനപരമായ കാര്യങ്ങളിൽ വിജയം ഉണ്ടാകും. അഭിമാനകരമായ സംഗതികൾ സംഭവിക്കും. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. ബന്ധുക്കളിൽ നിന്നും സഹായം ലഭിക്കും. ദാമ്പത്യ സുഖം അനുഭവത്തിൽ വരും. പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്. പൊതുവെ കുടുംബജീവിതത്തിൽ ഐക്യത. പുതിയ വാഹനം വാങ്ങുന്നതിന് തയ്യാറെടുക്കും. തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കും. പ്രവൃത്തികളിൽ വിജയം കൊണ്ടുവരും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം. അടുത്തത് മകയിരം നക്ഷത്രമാണ്. കുടുംബജീവിതം സന്തോഷകരമായി മാറും. ആരോഗ്യകാര്യത്തിൽ ഭയപ്പെടേണ്ടതില്ല. സഹപ്രവർത്തകർക്ക് അസൂയ തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കും. മറ്റുള്ളവരുടെ ആദരവ് നേടും. അടുത്തത് തിരുവാതിര നക്ഷത്രമാണ്. ആരോഗ്യം തൃപ്തികരമായിരിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒഴിവാകും. ആത്മവിശ്വാസം വർദ്ധിക്കും. ദൂരയാത്രകൾ ഫലപ്രദമാകും. സന്താനങ്ങൾക്ക് പേരും പെരുമയും വർദ്ധിക്കും. അടുത്തത് പുണർന്ന നക്ഷത്രമാണ്. ചെലവ് നിയന്ത്രിക്കണം. ഉത്കണ്ഠ, ആശങ്ക ഇവ പാടില്ല. എല്ലാ രംഗത്തും പരാജയ സാധ്യത. ഏറ്റെടുത്ത പദ്ധതികൾ പൂർത്തിയാക്കുവാൻ പ്രയാസപ്പെടും. കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. അടുത്തത് പൂയം നക്ഷത്രമാണ്. ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് പരിചയസമ്പന്നരായ ആളുകളുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും. അനാവശ്യമായി പണം ചിലവാക്കും. കടങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അടുത്തത് ആയില്യം നക്ഷത്രമാണ്. മനസ്സിൽ നിന്നും വേണ്ടാത്ത ചിന്തകൾ എടുത്തു കളയണം. വിശ്വാസവഞ്ചന നേരിടും. ശത്രുക്കൾ വർദ്ധിക്കും. മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ പ്രകടമാക്കും. അടുത്തത് മകം നക്ഷത്രമാണ്. എടുത്തു ചാടാതെയും അലസത കൂടാതെയും പ്രവർത്തിച്ചാൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാവരും ശത്രുതയോടുകൂടി പെരുമാറും. എതിരാളികളുടെ വിമർശനത്തെ മറികടക്കുവാനാവും. അടുത്തത് പൂരം നക്ഷത്രമാണ്. അനാവശ്യമായ യാത്രകൾ കുറയ്ക്കണം. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം. ധനപരമായ കാര്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ആരോഗ്യകാര്യങ്ങളിൽ അതീവ ശ്രദ്ധ വേണ്ടുന്ന സമയമാണ്. അടുത്തത് ഉത്തരം നക്ഷത്രമാണ്. പ്രാർത്ഥനകളും വഴിപാടും മുടങ്ങാതെ നടത്തുക. കുടുംബത്തിൽ അസ്വസ്ഥതകൾ വർദ്ധിക്കും. പരിശ്രമങ്ങൾക്ക് അനുകൂലമായ ഫലം ലഭിക്കും. ഉദ്യോഗസ്ഥലത്ത് അധികാരം പ്രകടിപ്പിക്കേണ്ടി വരും. അടുത്തത് അത്തം നക്ഷത്രമാണ്. പങ്കുകച്ചവടം ലാഭം ഉണ്ടാക്കും. അനുകൂലമായ വിവാഹബന്ധം ലഭിക്കും. താൽക്കാലികമായ ജോലി സ്ഥിരമാകും. മംഗളകർമ്മങ്ങൾക്ക് സാക്ഷിയാകും. കലാമത്സരങ്ങളിൽ വിജയവും അംഗീകാരവും നേടും. അടുത്തത് ചിത്തിര നക്ഷത്രമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. മക്കളുടെ നേട്ടത്തിൽ അഭിമാനിക്കുവാൻ കഴിയും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നുചേരും. അടുത്തത് ചോദ്യ നക്ഷത്രമാണ്. അവിവാഹിതരുടെ വിവാഹ ആലോചനകൾക്ക് സാധ്യത. നഷ്ടപ്പെട്ട സ്ഥാനം തിരികെ ലഭിക്കും. പ്രവൃത്തി വിജയം. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ. അടുത്തത് വിശാഖം നക്ഷത്രമാണ്. പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും. ശാരീരികമായി വളരെയധികം സുഖാനുഭവങ്ങൾ വന്നുചേരും. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ആത്മവിശ്വാസം വർദ്ധിക്കും. പ്രയത്നങ്ങൾ സഫലമാകും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. വരുമാനം വർദ്ധിക്കും. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കുവാൻ കഴിയും. വ്യവഹാര വിജയം ഉണ്ടാകും. ബന്ധുബലം വർദ്ധിക്കും. ആഗ്രഹങ്ങൾ സഫലമാകും. തൊഴിലിൽ നിന്നും നേട്ടങ്ങൾ. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസരാകും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. സംസാരം വളരെയധികം നിയന്ത്രിക്കണം. ഔഷധം ഉപയോഗിക്കേണ്ടി വരും. ചോദ്യം ചെയ്യപ്പെടലുകൾ എന്ന അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകും. അടുത്തത് മൂലം നക്ഷത്രമാണ്. ഔദ്യോഗിക രംഗത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. അപവാദം കേൾക്കുവാൻ ഇടയുണ്ട്. യാത്രകളും അധ്വാനവും ആരോഗ്യത്തെ ബാധിക്കും. അടുത്തത് പൂരാടം നക്ഷത്രമാണ്. കള്ളന്മാരെയും ശത്രുക്കളെയും കരുതിയിരിക്കുക. വിവാദങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം. അപമാനം നേരിടേണ്ടി വരും. ആരോഗ്യപരമായ അസ്വസ്ഥതകൾ അനുഭവത്തിൽ വരും. തെറ്റിദ്ധാരണകൾ വന്നു ഭവിക്കും. അടുത്ത ഉത്രാടം നക്ഷത്രമാണ്. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കുക. വ്യവഹാര പരാജയം, സാമ്പത്തിക ഞെരുക്കം എന്നിവയുണ്ടാകും. പ്രാർത്ഥനകൾ മുടങ്ങാതെ നടത്തുക. അടുത്തത് തിരുവോണ നക്ഷത്രമാണ്. വിശ്വസ്തർ ആവശ്യ സമയത്ത് സഹായിക്കുകയില്ല. സഹായം നൽകിയവരിൽ നിന്നും വിപരീത അനുഭവങ്ങൾ ഉണ്ടാകും. ദുർവാശി ഒഴിവാക്കുക. ജാമ്യം നിൽക്കുന്നത് മൂലമോ സാക്ഷി പറയുന്നത് മൂലമോ കുഴപ്പങ്ങൾ ഉണ്ടാകാം. അടുത്തത് അവിട്ടം നക്ഷത്രമാണ്. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. മറ്റുള്ളവരെ സഹായിക്കാനായി ചെയ്യുന്ന പ്രവൃത്തികൾ തനിക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കും. മിത്രങ്ങൾ ശത്രുക്കളാകും.
വിലപിടിപ്പുള്ള വസ്തുക്കളും രേഖകളും നഷ്ടപ്പെടും. അടുത്തത് ചതയം നക്ഷത്രമാണ്. സ്ത്രീകൾ മൂലം ഗുണാനുഭവങ്ങൾ, പൊതുരംഗത്ത് നേട്ടം, അകന്നു നിന്നവർ അനുകൂലികളാകുന്ന അവസ്ഥ, കുടുംബത്തിൽ ഐശ്വര്യം നിലനിൽക്കും, ദീർഘകാല പ്രതീക്ഷകൾ സഫലമാകും. അടുത്തത് പൂരുരുട്ട നക്ഷത്രമാണ്. കടബാധ്യതകൾ വർദ്ധിക്കും, ആപത്തുകൾ അപ്രതീക്ഷിതമായി കടന്നുവരും, കർമ്മമണ്ഡലത്തിൽ വിഷമതകൾ, ലഹരിയോട് അമിതമായ താല്പര്യം പ്രകടമാക്കും, അന്യർക്ക് വേണ്ടി പലതും നഷ്ടം സഹിക്കേണ്ടി വരുന്നതും ആയിരിക്കും. അടുത്ത ഉത്രട്ടാ നക്ഷത്രമാണ്. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും, യാത്രകൾ വഴി നേട്ടം ഉണ്ടാകും, തൊഴിൽ രംഗത്ത് നിന്നും ആനുകൂല്യങ്ങൾ, ദാമ്പത്യം സുഖപ്രദമായിരിക്കും, ബന്ധു ഗുണം അനുഭവത്തിൽ വരും. അവസാനമായി രേവതി നക്ഷത്രമാണ്. വിദേശയാത്രകൾ ഗുണകരമാകും, സ്ത്രീകൾക്ക് ആഭരണ വസ്ത്രാദികൾ ലഭിക്കും, ഏറെക്കാലമായി കാത്തിരുന്ന ചില ആഗ്രഹങ്ങൾ സഫലമാകും, ശമ്പള വർധനവ് പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.